എഡ്യൂടെക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ 10th 5th ചാപ്റ്ററിലെ അമോണിയയുടെ ജലവുമായുള്ള അഫിനിറ്റിയെക്കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. അമോണിയ ഗ്യാസിൻ്റെ ജലത്തിനുള്ള പ്രതിബദ്ധതയെക്കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, നമ്മൾ ബാക്കി റിമൈനിങ് പോർഷൻസിലോട്ട് കടക്കുന്നു. അമോണിയെക്കുറിച്ച് പറയുമ്പോൾ അമോണിയ എന്ന് പറയുന്ന ഒരു ഗേഷ്യസ് സബ്സ്റ്റൻസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഈ അമോണിയ ഗ്യാസിനെ ഇറ്റ് ക്യാൻ ബി ഈസിലി ലിക്വിഫൈഡ് ബൈ അപ്ലൈയിങ് പ്രഷർ. അമോണിയ ഗ്യാസിനെ നമ്മൾ മർദ്ദം പ്രയോഗിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ലിക്വിഡാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ലഭിക്കുന്ന അമോണിയ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിക്വിഡ് അമോണിയ. ലിക്വിഡ് അമോണിയ. ദ ലിക്വിഫൈഡ് ഫോം ഓഫ് അമോണിയ ഈസ് കോൾഡ് ലിക്വിഡ് അമോണിയ. ഓക്കെ, അമോണിയ വാതകത്തിനെ നമുക്ക് എളുപ്പത്തിൽ മർദ്ദം ഉപയോഗിച്ച് ദ്രാവകമാക്കി മാറ്റാൻ പറ്റും. ആ അമോണിയ നമ്മൾ വിളിച്ച പേരാണ് ലിക്വിഡ് അമോണിയ എന്ന് വിളിക്കുന്നത്. അമോണിയയെ നമ്മൾ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് എന്നുള്ള ബേസിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നു. ദ കോൺസെൻട്രേറ്റഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, അമോണിയ ഹൈഡ്രോക്സൈഡിന്റെ ഗാഢലായനി നമ്മളൊരു പേര് വിളിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ലിക്കർ അമോണിയ. ലിക്കർ അമോണിയ. അപ്പോൾ ഡിഫറൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഡിഫറൻസസ് ബിറ്റ്വീൻ ലിക്വിഡ് അമോണിയ ആൻഡ് ലിക്കർ അമോണിയ. ലിക്വിഡ് മീൻസ് ദ്രാവകം. അമോണിയ വാതകത്തിനെ നമുക്ക് മർദ്ദം പ്രയോഗിച്ച് ഈസി ആയിട്ട് ദ്രാവകമാക്കി മാറ്റാൻ പറ്റും. ആ അമോണിയ വിളിച്ച പേര് ലിക്വിഡ് അമോണിയ. The concentrated ammonium hydroxide solution is called liquor ammonia. അമോണിയയുടെ ഹൈഡ്രോക്സൈഡിന്റെ ഗാഢലായനിയെ വിളിക്കുന്നത്, ഗാഢജലീയ ലായനിയെ വിളിച്ചു വരുന്നത് ലിക്കർ അമോണിയ എന്ന് വിളിച്ചത്. ദെൻ നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ യൂസസ് ഓഫ് അമോണിയ. അമോണിയയുടെ ഉപയോഗങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും അമോണിയ ഗ്യാസ് പറയുമ്പോൾ അമോണിയ ഗ്യാസിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ നൈട്രജനസ് ഫെർട്ടിലൈസേഴ്സിന്റെ നിർമ്മാണം, നൈട്രജൻ അടങ്ങിയ വളങ്ങളുടെ നിർമ്മാണത്തിന് നമുക്ക് അമോണിയ ഉപയോഗിക്കാൻ പറ്റും. ദ കോമ്പൗണ്ട്സ് ലൈക്ക് അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, അമോണിയം ക്ലോറൈഡ് ആർ മാനുഫാക്ചർഡ് ഫ്രം അമോണിയ. അമോണിയ നിന്ന് നിർമ്മിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അമോണിയ ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്ന അമോണിയം ക്ലോറൈഡ്, അമോണിയം സൾഫേറ്റ് മുതലായവയിലേക്ക് നിർമ്മാണത്തിന് നമുക്ക് ആരെ യൂസ് ചെയ്യാൻ പറ്റും? അമോണിയ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ കൂളിംഗ് ഏജന്റ് ഓർ റെഫ്രിജറന്റ് ഇൻ ഐസ് പ്ലാന്റ്സ്. ഐസ് പ്ലാന്റുകളിൽ മറ്റും നമ്മളൊരു ശീതീകാരിയായിട്ട് നമ്മൾ അമോണിയ ഗ്യാസിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫോർ ക്ലീനിങ് ടൈൽസ്, വിൻഡോ പെയിൻസ് വി ക്യാൻ യൂസ് അമോണിയ ഗ്യാസ്. ഓക്കെ, അതായത് ടൈലുകളും ജനൽ പാളികളും മറ്റുമൊക്കെ വൃത്തിയാക്കാനായിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാം? അമോണിയ വാതകത്തിന് യൂസ് ചെയ്യാൻ പറ്റും. മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് എക്സ്പ്ലോസീവ്സിന്റെ നിർമ്മാണത്തിന്, പ്രൊഡക്ഷൻ ഓഫ് എക്സ്പ്ലോസീവ്സിന്റെ സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണത്തിന് നമുക്ക് അമോണിയ ഗ്യാസിനെ യൂസ് ചെയ്യാം. ഇങ്ങനെ വെറൈറ്റി ഓഫ് യൂസസ് ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ് എന്ന് പറയുന്നത് അമോണിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നെക്സ്റ്റ് ഇസ് അബൌട്ട് ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ. അമോണിയ വാതകത്തിന്റെ വ്യാവസായിക നിർമ്മാണത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അമോണിയ വാതകത്തിന്റെ വ്യാവസായിക നിർമ്മാണം അറിയപ്പെടുന്ന പേരാണ് ഹേബർ പ്രോസസ്. ഹേബർ പ്രോസസ്. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം അറിയപ്പെടുന്ന പേരാണ് ഹേബർ പ്രക്രിയ എന്നാണ് വിളിക്കുന്നത്. എങ്ങനെയാണ് ഈ ഹേബർ പ്രോസസ്സിൽ അമോണിയ നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറ്റ്മോസ്ഫറിക് നൈട്രജനെ, അന്തരീക്ഷ വായുവുള്ള നൈട്രജനെ ഹൈഡ്രജനുമായിട്ട് 1:3 എന്ന റേഷ്യോയിൽ പ്രവർത്തിപ്പിച്ചാണ് അമോണിയ നിർമ്മിക്കുന്നത്. 1:3 എന്ന റേഷ്യോയിൽ 1:3 എന്ന അനുപാതത്തിൽ അറ്റ്മോസ്ഫറിക് നൈട്രജനെ ഹൈഡ്രജനുമായി പ്രവർത്തിപ്പിച്ചാണ് അമോണിയ ഉണ്ടാക്കുന്നത്. Okay, here we use suitable conditions. The conditions are at a high pressure 200 വരെയുള്ള അന്തരീക്ഷ മർദ്ദം, അതുപോലെ 450 degrees Celsius temperature and using a catalyst called spongy iron. Okay, so atmospheric nitrogen combines with the hydrogen under high pressure, that is 200 atm pressure, and using an optimum temperature of 450 degrees Celsius and using a catalyst called spongy iron, we can prepare ammonia gas, and this production is called the Haber process. ഇപ്പോൾ അമോണിയ വാതകത്തിന് എങ്ങനെ നിർമ്മിക്കുന്നു വെച്ചാൽ, അന്തരീക്ഷ വായുവിലുള്ള നൈട്രജനെ ഹൈഡ്രജനുമായി പ്രവർത്തിപ്പിക്കുന്നു. 200 atm മർദ്ദത്തിലും 450 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലും സ്പോഞ്ചി അയൺ എന്ന ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിപ്പിച്ചാണ് നമ്മൾ അമോണിയ വാതകം ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഹേബർ പ്രക്രിയ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ചില റിയാക്ഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ആ റിയാക്ഷൻസ് ജസ്റ്റ് നോക്കാം. ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യാം. ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. ടെസ്റ്റ് ട്യൂബിലേക്ക് കുറച്ച് അമോണിയം ക്ലോറൈഡ് എടുക്കുകയാണ്. അമോണിയം ക്ലോറൈഡ് എന്ന സബ്സ്റ്റൻസ് ഇട്ടിരിക്കുകയാണ്. ഇതിനെ ചൂടാക്കും. ഇങ്ങനെ ചൂടാക്കുമ്പോൾ ഇതിൽ നിന്നും പഞ്ചന്റ് സ്മെല്ലുള്ള ഒരു ഗ്യാസ് പുറത്തേക്ക് വരുന്നവർ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ പഞ്ചന്റ് സ്മെല്ലുള്ള ഗ്യാസ് പുറത്തേക്കായിട്ട് വരുന്നത് അമോണിയ ഗ്യാസാണ്. സോ വെൻ അമോണിയം ക്ലോറൈഡ് ഈസ് ഹീറ്റഡ്, അമോണിയ ഗ്യാസ് ഇസ് പ്രൊഡ്യൂസ്ഡ്. എങ്ങനെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ, എ പഞ്ചന്റ് സ്മെല്ലിംഗ് ഗ്യാസ് ഇസ് ഇവോൾവ്ഡ് ഹിയർ. Okay, for identifying the nature of the gas produced, when you introduce a wet red litmus paper over the gas. So ഇതിനെ ഈ ടെസ്റ്റ് ട്യൂബിന്റെ ഉപരിതലത്തിലായിട്ട് നമ്മൾ ഒരു റെഡ് ലിറ്റ്മസ് പേപ്പറിനെ കാണിക്കുകയാണെങ്കിൽ, you can see here the changes to blue. ആ ചുവന്ന ലിറ്റ്മസ് പേപ്പർ നീലയായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. From this we can understand that the gas produced is basic in nature. When you keep the litmus paper for some more time, then you can see
Here the blue litmus paper again it changes into red. അതായത് ഇങ്ങനെ റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയിട്ട് മാറുന്നു. ഈ ലിറ്റ്മസ് പേപ്പറിനെ കുറച്ച് നേരം കൂടി നമ്മൾ ഇവിടെ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നീല ലിറ്റ്മസ് പേപ്പർ ചുവപ്പായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. അതിന് കാരണം എന്ന് പറയുന്നത് ആദ്യം പുറത്തേക്ക് വന്നത് അമോണിയ ഗ്യാസ് ആണ്. അതിൻ്റെ നേച്ചർ ബേസിക് ആയിരുന്നു. സോ റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയിട്ട് മാറി. കുറേ നേരം കൂടി ലിറ്റ്മസ് പേപ്പർ കീപ്പ് ചെയ്യുമ്പോൾ ആഫ്റ്റർ അമോണിയ ഗ്യാസ് HCl ഗ്യാസ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഹിയർ. HCl ഗ്യാസ് കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ആൻഡ് ദ ഗ്യാസ് പ്രൊഡ്യൂസർ ഈസ് അസിഡിക് ഇൻ നേച്ചർ. സോ ദേ ആർ ബ്ലൂ ലിറ്റ്മസ് ചേഞ്ചസ് ഇൻടു റെഡ്. അപ്പോൾ ഉണ്ടായ HCl വാതകത്തിന് അസിഡിക് നേച്ചർ ആണുള്ളത്. അതുകൊണ്ടാണ് അവിടെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എന്തായിട്ട് മാറുന്നതായിട്ട് കാണാൻ, റെഡായിട്ട് മാറുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അമോണിയം ക്ലോറൈഡിനെ നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ അത് ഡീകമ്പോസ് ചെയ്ത് അമോണിയയും HCl ഉണ്ടാകും. ആദ്യം ലെസ് ഡെൻസറായ അമോണിയ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് HCl ഗ്യാസ് ഈസ് ഇവോൾവ് ബിക്കോസ് ഇറ്റ്സ് ഡെൻസിറ്റി ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് അമോണിയ. അമോണിയക്കാട്ടി കുറച്ചുകൂടി ഡെൻസിറ്റി കൂടുതലുള്ള ഗ്യാസാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്നത്. സോ അതിനുശേഷമായിരിക്കും HCl ഗ്യാസ് പുറത്തേക്ക് വരുന്നത്. ഇനി നമുക്ക് വേറൊരു എക്സ്പെരിമെൻറ്റ് വഴി നമുക്ക് HClന്റെ പ്രസൻസ് മനസ്സിലാക്കാൻ പറ്റും. ഫോർ ഐഡന്റിഫൈങ് ദ പ്രസൻസ് ഓഫ് HCl ഗ്യാസ് ഇൻ ദി ടെസ്റ്റ് ട്യൂബ് when you show a glass rod which is dipped in ammonia solution. അപ്പോൾ അമോണിയ സൊല്യൂഷനിൽ മുക്കിയ ഗ്ലാസ് റോഡിനെ നമ്മൾ ടെസ്റ്റിന് ഉള്ളിലായിട്ട് കാണിക്കുകയാണെങ്കിൽ ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ആർ ഫോം. നല്ല വെളുത്ത കട്ടിയുള്ള പുക ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ഫോം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് കാരണമെന്ന് പറയുന്നത് ഈ അമോണിയ HCl ഗ്യാസുമായിട്ട് പ്രവർത്തിച്ച് അമോണിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ കാണാൻ പറ്റും. അമോണിയം ക്ലോറൈഡിനെ ചൂടാക്കുകയാണെങ്കിൽ ഡീകമ്പോസ് ചെയ്ത് അമോണിയം HCl ആയിട്ട് മാറാം. അതുപോലെ അമോണിയം HCl-ുമായിട്ട് പ്രവർത്തിച്ച് അമോണിയം ക്ലോറൈഡ് ആയിട്ട് മാറുകയും ചെയ്യാം. നമുക്ക് മറ്റൊരു എക്സ്പെരിമെൻറ്റ് എടുക്കാം. മറ്റൊരു എക്സ്പെരിമെൻറ്റ് നോക്കാം. അത് അറേഞ്ച്മെന്റ്സ് ആർ ഷോൺ ഇൻ ദ ഫിഗർ. ഒരു ഗ്ലാസ് ട്യൂബ് എടുക്കുന്നു. ഗ്ലാസ് ട്യൂബിൻ്റെ ഒരെണ്ണിൽ അമോണിയയിൽ മുക്കിയ കോട്ടൺ, മറ്റേ എണ്ണിൽ HCl ഹൈഡ്രോക്ലോറിക് ആസിഡിൽ മുക്കിയ കോട്ടണും വയ്ക്കുന്നു. ആൻഡ് ദി ഗ്ലാസ് ട്യൂബ് ഈസ് ക്ലോസ്ഡ് വിത്ത് യൂസ് ഓഫ് 2 corks. ആൻഡ് രണ്ട് എണ്ണ് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നോട്ട് ദി ഒബ്സർവേഷൻ. യു ക്യാൻ സീ after some time a dense white fumes are formed the sides of the glass tube near to the cotton which is dipped in HCl. ഹൈഡ്രോക്ലോറിക് ആസിഡ് മുക്കിയ കോട്ടന്റെ അടുത്തായിട്ട് വെളുത്ത കട്ടിയുള്ള പുകകൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു ആക്ച്വലി ദ ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ആർ ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ് ഫോം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ഇങ്ങനെ ഉണ്ടാകുന്നത്. When we see it, നമ്മളവിടെ ചൂടാക്കുകയാണെങ്കിൽ after some time you can see the intensity of the color, white color that disappears. and ആ ഒരു തീവ്രത നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഈ അമോണിയം ക്ലോറൈഡിനെ നമ്മൾ ചൂടാക്കുകയാണ് ചെയ്തത്. ചൂടാക്കുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്ത് അമോണിയം HCl ആയിട്ട് മാറുന്നതാണ് ഒരു കാരണം. ഇങ്ങനെ നമുക്ക് രണ്ട് റിയാക്ഷൻസ് കാണാൻ പറ്റും. അതായത് അമോണിയം ക്ലോറൈഡ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ അമോണിയം HCl ആയിട്ട് മാറുന്നു. അതുപോലെ അമോണിയം HCl-ഉമായിട്ട് ചേരുമ്പോൾ അമോണിയം ക്ലോറൈഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. If these two processes can take place simultaneously in a single reaction, അതായത് വേണമെങ്കിൽ ഈ രണ്ട് പ്രവർത്തനങ്ങൾ, അതായത് അമോണിയം ക്ലോറൈഡ് ഡീകമ്പോസ് ചെയ്ത് അമോണിയം HCl ആയിട്ട് മാറാം, അതുപോലെ അമോണിയം HCl-ഉമായിട്ട് പ്രവർത്തിച്ച് അമോണിയം ക്ലോറൈഡ് ആയിട്ട് മാറുകയും ചെയ്യും. ഇങ്ങനെ ഈ രണ്ട് പ്രവർത്തനങ്ങളും ഒരേ റിയാക്ഷൻ തന്നെ നടക്കുകയാണെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ പേര് വിളിക്കും. സച്ച് റിയാക്ഷൻസ് ആർ കോൾഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ. നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലെങ്കിൽ ഉഭയദിശ പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കും. ഉഭയദിശ പ്രവർത്തനങ്ങൾ അതായത് the reaction which takes place in both the direction. റിയാക്റ്റൻസ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു, അതുപോലെ തന്നെ പ്രോഡക്റ്റുകൾ തിരിച്ച് റിയാക്റ്റൻ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഉഭയദിശ രാസപ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു. റിയാക്റ്റൻസ് ടു ഫോം പ്രോഡക്റ്റ് അറ്റ് ദ സെയിം ടൈം പ്രോഡക്ട്സ് റിയാക്ട്സ് ടു ഗീവ് റിയാക്റ്റൻസ് ഓൾസോ. സച്ച് റിയാക്ഷൻസ് ആർ കോൾഡ് റിവേഴ്സിബിൾ റിയാക്ഷൻസ് അല്ലെങ്കിൽ ഉഭയദിശ രാസപ്രവർത്തനങ്ങൾ. ഈ റിവേഴ്സിബിൾ റിയാക്ഷൻസ് നമ്മൾ സൂചിപ്പിക്കാനായിട്ട് യൂസ് ആരോ കോൾഡ് റിവേഴ്സിബിൾ ആരോ. വെറുതെ റെപ്രസെന്റ് ചെയ്യുന്നതിൽ റിവേഴ്സിബിൾ ആരോ ഉപയോഗിച്ചായിരിക്കും നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻസിനെ എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുക. ഹിയർ ദ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ് ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. അമോണിയം ക്ലോറൈഡിന്റെ ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. സോ വി ക്യാൻ യൂസ് എ റിവേഴ്സിബിൾ ആരോ ഫോർ റെപ്രസെന്റിംഗ് ദ ഡീകമ്പോസിഷൻ. ഓക്കെ, ഇപ്പോൾ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ എടുക്കുമ്പോൾ റിയാക്റ്റൻസ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു, അതുപോലെ പ്രോഡക്റ്റ് തിരിച്ച് റിയാക്റ്റൻ്റ് ആയിട്ട് മാറുന്നു പറയുന്നു. ഇങ്ങനെ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന പ്രവർത്തനം, അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്ന പ്രവർത്തനത്തിന് നമ്മളൊരു പേര് വിളിക്കും. സച്ച് റിയാക്ഷൻസ് ആർ കോൾഡ് ഫോർവേഡ് റിയാക്ഷൻ. ഒരിക്കലും നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പുരോപ്രവർത്തനം എന്നാണ് പറയുന്നത്. പുരോപ്രവർത്തനം ഒരു ഉഭയദിശ രാസപ്രവർത്തനത്തിന് അഭികാരങ്ങൾ ഉൽപ്പന്നമായിട്ട് മാറുന്ന പ്രവർത്തനമാണ് ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പുരോപ്രവർത്തനം. അതുപോലെ പ്രോഡക്റ്റ് റിയാക്റ്റൻ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ബേക്ക്വേഡ് റിയാക്ഷൻ. ബേക്ക്വേഡ് റിയാക്ഷൻ, ബേക്ക്വേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പശ്ചാപ്രവർത്തനം എന്ന് വിളിക്കുന്നത്. പശ്ചാപ്രവർത്തനം,
അപ്പോൾ ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ റിയാക്റ്റൻസ് പ്രോഡക്റ്റായിട്ട് മാറുന്നതിനെ ഫോർവേഡ് റിയാക്ഷൻ എന്നും പ്രോഡക്ട്സ് റിയാക്റ്റൻ്റായിട്ട് മാറുന്നതിന് നമ്മൾ ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പശ്ചാത് പ്രവർത്തനം എന്ന് വിളിക്കും. ഇപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷൻ മീൻസ് എ റിയാക്ഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻ ബോത്ത് ദി ഡിറക്ഷൻ. Reactants to give product at the same time, products react together to form reactants also. Such reactions are called reversible reaction. Reversible reactions are represented by the arrow, reversible arrow. Okay, in a reversible reaction, reactant to give product are called forward reaction, and products to give reactants are called backward reaction. The industrial production of ammonia is also a reversible reaction. N2 plus 3H2 reversibly gives 2NH3. It is also a reversible reaction. So reversible reactions are represented by the arrow, reversible arrow. In some of the reactions, reactants to give product, but products did not give back reactants also. Then such reactions are called irreversible reaction. Irreversible means ഏകദിശാ പ്രവർത്തനങ്ങൾ. അതായത് അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളായിട്ട് മാറും, പക്ഷെ ഉൽപ്പന്നങ്ങൾ തിരിച്ച് അഭികാരങ്ങളായിട്ട് മാറുകയില്ല. അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലെങ്കിൽ ഏകദിശാ പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നത്. അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്നു, എന്നാൽ ഉൽപ്പന്നങ്ങൾ തിരിച്ചെന്തായിട്ട് മാറുന്നില്ല? അഭികാരങ്ങളായിട്ട് മാറുന്നില്ലെങ്കിൽ സച്ച് റിയാക്ഷൻസ് ആർ കോൾഡ് ഇർറിവേഴ്സിബിൾ റിയാക്ഷൻസ് അല്ലെങ്കിൽ ഏകദിശാ പ്രവർത്തനങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ റിയാക്ഷൻ ബിറ്റ്വീൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഏകദിശാ പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ റിയാക്ഷൻ ബിറ്റ്വീൻ മാഗ്നീഷ്യം ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, magnesium chloride and hydrogen. These are examples of irreversible reactions. So irreversible reaction means a chemical reaction in which reactants to give product at the same time products did not give back reactants. As such reactions are called irreversible reactions അല്ലെങ്കിൽ ഏകദിശ പ്രവർത്തനങ്ങൾ. അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്നു, എന്നാൽ ഉൽപ്പന്നങ്ങൾ തിരിച്ചെന്തായിട്ട് മാറുന്നില്ല? അഭികാരങ്ങളായിട്ട് മാറുന്നില്ല എങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെയാണ് നമ്മൾ വിളിക്കുന്നത് ഏകദിശ പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ലിക്കർ അമോണിയ, ഡിഫറൻസ് ബിറ്റ്വീൻ ലിക്കർ അമോണിയ, ലിക്വിഡ് അമോണിയ, യൂസസ് ഓഫ് അമോണിയ പഠിച്ചു. അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ, റിവേഴ്സിബിൾ ആൻഡ് ഇർറിവേഴ്സിബിൾ റിയാക്ഷൻസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത റിമൈനിങ് പോർഷൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.